തണുത്ത വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ അത്രയും കൊടുക്കുന്ന പണിയായിരിക്കും, അല്ലെങ്കിൽ അത്രയും നമ്മൾ ടോർച്ചർ ചെയ്യായിരിക്കും. ഒരിക്കലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടി. ഇപ്പോൾ ചൂടാണ്, എല്ലാവരുടെ ഒരു ഹാബിറ്റാണ് തണുത്ത വെള്ളം കുടിക്കുക എന്നുള്ളത്. ഒരിക്കലും അത് റെക്കമെൻഡഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ആയുർവേദത്തിൽ പറയുന്നത് തണുത്ത വെള്ളം എന്നുള്ളത് ശരീരത്തിൻ്റെ ജഠരാഗ്നി, ഒരു അഗ്നിയെ കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുന്നതാണ് പറയുക. വാദത്തിന് നമ്മളത് ഇറിറ്റേറ്റ് ചെയ്യും, അതേപോലെ തന്നെ വാദദോഷത്തിനെ അത് കൂട്ടും, അതേപോലെ കഫത്തിനെയും അത് കൂട്ടും, കഫദോഷത്തിനെയും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ബ്ലോട്ടിംഗ് വരും, ഇൻഡൈജഷൻസ് വരും, നമ്മളൊരു സ്ലഗിഷ്നെസ് വരും, ഹെവിനെസ് വരും. നമ്മൾ ഈവൻ നമ്മുടെ ഒരു ബെല്ലി ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യാനും ഈ തണുത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. തണുത്ത വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. എപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നോർമൽ വാട്ടർ കുടിക്കാൻ വേണ്ടി കൊണ്ട് തന്നെയാണ്. നോർമൽ റൂം ടെമ്പറേച്ചർ വാട്ടർ, അതല്ലെങ്കിൽ ലൂക്വാം വാട്ടർ, വലിയ ചൂടുള്ള വെള്ളമല്ല, തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം. എസ്പെഷ്യലി ഭക്ഷണം കഴിഞ്ഞിട്ട് നമുക്കൊരു ഹാബിറ്റ് ഉണ്ട്, ഭക്ഷണം കഴിഞ്ഞിട്ട് തണുത്ത വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒരു ജ്യൂസ് കുടിക്കുക, തണുത്ത ജ്യൂസ് കുടിക്കുക. ഇതെല്ലാം ഗുണത്തേക്കാൾ ഇതിലെ ദോഷമാണ് വരിക. ഒരുപാട് രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പരമാവധി നിങ്ങൾ സ്വിച്ച് ചെയ്യുക. അതൊരു മാനസിക പ്രശ്നം മാത്രമാണ്. അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ആ ഒരു റിലാക്സേഷൻ ഒരിക്കലും അത് ഗുണമല്ല. ഒരുപാട് ദോഷങ്ങളാണ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക.